ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഉള്ളി വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് ദോശ, ഇഡ്ഡലി, അതുപോലെ ചോറിലേക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയും കൂടിയാണ്. പിന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല. വീട്ടിൽ തന്നെയുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ ഞാനൊരു പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഞാൻ 1 കപ്പ് ചെറിയ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. ചെറുതായിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല. ഒന്ന് 2 പീസാക്കി എടുത്തിട്ടുള്ളൂ ഓരോ ഉള്ളി. അത് ഞാൻ 1 കപ്പായിട്ട് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 50 ഗ്രാമോളം വരും. ഇപ്പോൾ അതെല്ലാം കൂടെ അതും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഈ ഒരു 2 ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2-3-4 മിനിറ്റ് കൊണ്ട് തന്നെ അത് വഴന്ന് വരും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് വഴറ്റിയെടുത്താൽ മതിയേ. ഇപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ആ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 മിനിറ്റൊക്കെ മതി കേട്ടോ അതൊന്ന് വഴറ്റിയെടുക്കാനും. പിന്നെ നമ്മൾ വഴറ്റിയെടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ആവാൻ ശ്രദ്ധിക്കുക കേട്ടോ. വെളിച്ചെണ്ണ ആകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാൻ ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 5 അല്ലി കറിവേപ്പിൻ്റെ ഇല കേട്ടോ. ഒരു 5 അല്ലിയൊക്കെ ഉണ്ടായിക്കോട്ടെ. കറിവേപ്പിൻ്റെ ഇലയും കൂടെ നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ ഇതെല്ലാം കൂടെ മൊത്തത്തിലിട്ട് അങ്ങ് വഴറ്റിയാൽ പോരെയെന്ന്. പക്ഷേ ഓരോന്നിൻ്റേതായിട്ടുള്ളൊരു അളവില്ല ഒന്ന് വഴന്ന് തരാനുള്ള. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്നാക്കിയിട്ട് ഇട്ടുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതിയേ. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണുമായി തൊട്ടിട്ട് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടും കൂടെ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ അതാ ഞാനൊരു 2 മിനിറ്റോളം അതും കൂടെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം തന്നെ മുളക് പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ. അങ്ങനെ ആകുമ്പോൾ അധികം എരിവ് ഉണ്ടാവില്ല, എന്നാൽ നല്ല കളർ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ടിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്താ വെച്ചാൽ ഈ ഒരു ടൈമിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ കൂടിപ്പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു മുളക് പൊടിയുടെ ഒരു പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവില്ല, ഒന്ന് പോകുന്നവരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്ര മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് നമുക്കിത് തണുത്ത് വന്നിട്ടാണ് കേട്ടോ ഒന്ന് പൊടിച്ചെടുക്കാനുള്ളത്. ഇത്രയും മതി. പക്ഷേ നമ്മൾ ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ അതാണ് അതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. പുളിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഒരു നെല്ലിക്കൻ്റെ വലുപ്പത്തിലുള്ള ഒരു ഉണ്ടയാണ് ഇപ്പോൾ പുളി എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാണ് നമുക്കൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഇതാ ഒരു ശർക്കരേൻ്റെ നമ്മളിപ്പോൾ ഒരു അച്ച് വെല്ലത്തിൻ്റെ ഒരു പകുതി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു മധുരവും പുളിയും എരിവും അതും കൂടി എല്ലാം കൂടി ഒരു മിക്സ് ചെയ്തിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നതും. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അധികം അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്നങ്ങ് പൊടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം ഉള്ളിയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്നങ്ങ് പൊടിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഇതിലിങ്ങനെ കാണണം, നമുക്ക് ഉള്ളിയൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് കാണാൻ വല്ലാണ്ട് അരഞ്ഞു പോയത് ആ രീതിയിൽ പൊടിച്ചെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് ഈ ഒരു ചമ്മന്തി നമുക്ക് ചോറിലേക്കും അതുപോലെ ഇഡ്ഡലി, ദോശയിലേക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.